മോർണിംഗ്. ഫിനാൻഷ്യൽ മാനേജ്മെൻറ്റിൻ്റെ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് തിയറീസ് ഓഫ് ക്യാപിറ്റൽ സ്ട്രക്ചറാണ്. അപ്പോൾ നമ്മൾ ലാസ്റ്റ് ക്ലാസ്സിൽ ഓപ്റ്റിമം ക്യാപിറ്റൽ സ്ട്രക്ചർ എന്താണെന്നുള്ളതൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഈ ഒരു ക്ലാസ്സിൽ നമുക്ക് തിയറീസ് ഓഫ് ക്യാപിറ്റൽ സ്ട്രക്ചർ നോക്കാം. അപ്പോൾ നമ്മൾ പറഞ്ഞു ഫിനാൻഷ്യൽ മാനേജ്മെൻറ്റിൻ്റെ വെരി ഒബ്ജക്റ്റീവ് എന്ന് പറയുന്നത് മാക്സിമൈസ് ദ വാല്യൂ ഓഫ് ദ ഫേം, അല്ലേ? ഫേമിൻ്റെ വാല്യൂ മാക്സിമൈസ് ചെയ്യുക എന്നുള്ളതാണ് അതിൻ്റെ പ്രൈം ഒബ്ജക്റ്റ് എന്ന് പറയുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മളിപ്പോൾ ക്യാപിറ്റൽ സ്ട്രക്ചർ ഡിസൈൻ ചെയ്യുന്ന സമയത്ത് അതെങ്ങനെയായിരിക്കണം? ഫേമിൻ്റെ വാല്യൂ മാക്സിമൈസ് ചെയ്യുന്ന രീതിയിലായിരിക്കണം ക്യാപിറ്റൽ സ്ട്രക്ചർ ഡിസൈൻ ചെയ്യാൻ. അപ്പോൾ ദർ ആർ ഡിഫറെൻറ്റ് അപ്രോച്ചസ് ടു ദിസ് റിഗാർഡ്. അപ്പോൾ ഇതുമായി ബന്ധപ്പെട്ടിട്ടുള്ള അപ്രോച്ചസ് ഏതൊക്കെയാണെന്നുള്ളത് നമുക്ക് നോക്കാം. നമുക്കിവിടെ 5 അപ്രോച്ചുകളാണ് പഠിക്കാനുള്ളത്, അല്ലെങ്കിൽ 5 ക്യാപിറ്റൽ സ്ട്രക്ചർ തിയറീസ് ആണ് നമുക്ക് പഠിക്കാനുള്ളത്. ഫസ്റ്റ് വൺ, നെറ്റ് ഇൻകം അപ്രോച്ച്. നെറ്റ് ഇൻകം അപ്രോച്ച്, ഇതിനെ നമ്മൾ NI അപ്രോച്ച് എന്നുകൂടെ പറയാറുണ്ട്. NI അപ്രോച്ച്. ദെൻ പിന്നെ മറ്റൊരെണ്ണം വരുന്നത് നെറ്റ് ഓപ്പറേറ്റിംഗ് ഇൻകം ആണ്. നെറ്റ് ഓപ്പറേറ്റിംഗ് ഇൻകം അപ്രോച്ച്. നെറ്റ് ഓപ്പറേറ്റിംഗ് ഇൻകം അപ്രോച്ച്. ഈ അപ്രോച്ച് അറിയപ്പെടുന്നത് NOI അപ്രോച്ച് എന്നുള്ള പേരിലാണ്. NOI അപ്രോച്ച് എന്നാണ് പറയുക. ദെൻ പിന്നെ നമുക്ക് വരുന്നത് MM അപ്രോച്ച് എന്ന് പറയും. MM അപ്രോച്ച് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മോഡി ഗിലിയാനി മില്ലർ അപ്രോച്ചാണ്. മോഡി ഗ്ലിയാനി മില്ലർ അപ്രോച്ച്. ഷോർട്ടാക്കിയിട്ട് നമ്മൾ MM അപ്രോച്ച് എന്ന് പറയും. മോഡി ഗ്ലിയാനി മില്ലർ അപ്രോച്ച് MM എന്ന് പറയും. ദെൻ പിന്നൊരെണ്ണം വരുന്നത് ആർബിട്രേജ് പ്രോസസ്സാണ്. ആർബിട്രേജ് പ്രോസസ്സ് വരുന്നുണ്ട്. ദെൻ പിന്നെ നമുക്ക് വരുന്നത് ട്രഡീഷണൽ അപ്രോച്ചാണ്. ഇങ്ങനെ 5 അപ്രോച്ചസ് ആണ് നമുക്ക് ഇതിൽ പഠിക്കാനുള്ളത്. ട്രഡീഷണൽ അപ്രോച്ച്. അപ്പോൾ നെറ്റ് ഇൻകം അപ്രോച്ച്, നെറ്റ് ഓപ്പറേറ്റിംഗ് ഇൻകം അപ്രോച്ച്, മോഡി ഗ്ലിയാനി മില്ലർ അപ്രോച്ച്, ആർബിട്രേജ് പ്രോസസ്സ്, ട്രഡീഷണൽ അപ്രോച്ച്. ഇങ്ങനെ 5 അപ്രോച്ചസ് ആണുള്ളത്. ദെൻ ഈ എല്ലാ അപ്രോച്ചസിലും ഇറ്റ് അനലൈസസ് ദ റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ, ലിവറേജ് ആൻഡ് വാല്യൂ ഓഫ് ദ ഫേം ഇൻ ഡിഫറെൻറ്റ് സിറ്റുവേഷൻ. അപ്പം മൂന്നിലും നമ്മൾ ഇത് മൂന്നും തമ്മിലുള്ള അനാലിസിസ് ആണ്. ഡിഫറെൻറ്റ് സിറ്റുവേഷൻസിൽ ഇത് മൂന്നും തമ്മിലുള്ള അനാലിസിസ്, ഏത് കോസ്റ്റ് ഓഫ് ക്യാപിറ്റലും ലിവറേജും വാല്യൂ ഓഫ് ദ ഫേമും, ഇത് മൂന്നും തമ്മിലുള്ള റിലേഷൻഷിപ്പാണ് ഈ എല്ലാ ഇതിലും അനലൈസ് ചെയ്യുന്നത്. അപ്പം നമുക്ക് നോക്കാം ഓരോ അപ്രോച്ചസ് ഏതൊക്കെയാണ്. അപ്പം നമ്മൾ ആ ഡിഫറെൻറ്റ് അപ്രോച്ചസ് പഠിക്കുന്നതിന് മുൻപ് ബേസിക് അസംഷൻസ് ഇൻ ക്യാപിറ്റൽ സ്ട്രക്ചർ തിയറീസ് നോക്കാം. ക്യാപിറ്റൽ സ്ട്രക്ചർ തിയറീസിന് ചില ബേസിക് അസംഷൻസ് വരുന്നുണ്ട്. അപ്പോൾ അതെന്തൊക്കെയാണെന്നുള്ളത് നമുക്ക് നോക്കാം. അപ്പോൾ ഈ ഒരു തിയറീസ് പഠിക്കുന്നതിന് മുൻപ് നമ്മൾ ഈ അസംഷൻസ് മസ്റ്റായിട്ടും അറിഞ്ഞിരിക്കണം. അപ്പോൾ എന്തൊക്കെയാണെന്ന് നോക്കാം. ഫസ്റ്റ് അസംഷൻ പറയുന്നത് ദർ ആർ ഓൺലി 2 സോഴ്സസ് ഓഫ് ഫണ്ട്. നമുക്ക് 2 സോഴ്സസ് മാത്രമേ, ഫണ്ടിൻ്റെ സോഴ്സസ് മാത്രമേ ഉള്ളൂ. ഡെറ്റ് അതുപോലെ തന്നെ ഇക്വിറ്റി. അപ്പോൾ ഡെറ്റ് ആൻഡ് ഇക്വിറ്റി 2 സോഴ്സസ് മാത്രമാണ് നമുക്കുള്ളൂ. അതൊരു അസംഷൻ. പിന്നെ പറയുന്നത് ഡിഗ്രി ഓഫ് ലിവറേജ് ക്യാൻ ബി ചേഞ്ച്ഡ്. അപ്പോൾ ഡിഗ്രി ഓഫ് ലിവറേജ് ചേഞ്ച് ചെയ്യുന്നുണ്ട്. എങ്ങനെയൊക്കെ? ബൈ സെല്ലിംഗ് ഡെറ്റ് ഇൻസ്ട്രുമെൻറ്റ് ടു റീപർച്ചേസ് ഇക്വിറ്റി. ഇക്വിറ്റി റീപർച്ചേസ് ചെയ്യുക, നമ്മൾ ഡെറ്റ് ഇൻസ്ട്രുമെൻറ്റ്സ് വിറ്റിട്ട് നമ്മൾ ഏത് റീപർച്ചേസ് ചെയ്യുന്നു? ഇക്വിറ്റി റീപർച്ചേസ് ചെയ്യുക. അതുപോലെ തന്നെ ഷെയർ വിറ്റ് നമ്മൾ ഡിബഞ്ചർ കൊടുത്തു തീർക്കുക. അപ്പോൾ ഇങ്ങനെയൊക്കെ നമ്മൾ ചെയ്യുമ്പോൾ എന്തിൽ വ്യത്യാസം വരും? ഡിഗ്രി ഓഫ് ലിവറേജസിലെ വ്യത്യാസം വരും. ലിവറേജ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ഫിനാൻഷ്യൽ ലിവറേജ്, നമ്മൾ ട്രേഡിംഗ് ഓൺ ഇക്വിറ്റി ഒക്കെ പഠിച്ചിട്ടില്ലേ? നമ്മളൊരു സർട്ടൻ ഫിക്സഡ് കോസ്റ്റ് യൂസ് ചെയ്യുന്നതിൻ്റെ ഫലമായിട്ട് ഫേമിന്
അവരുടെ പ്രോഫിറ്റബിലിറ്റി ഇൻക്രീസ് ചെയ്യാൻ പറ്റും. അതിനെ തന്നെ നമ്മൾ ലിവറേജ് എന്ന് പറയുന്നത്. അപ്പോൾ ആ ഡിഗ്രി ഓഫ് ലിവറേജിൽ ചേഞ്ചസ് ഉണ്ടാകും ഇങ്ങനെയൊക്കെ വരുമ്പോൾ, ചേഞ്ച് ചെയ്യും എന്നുള്ള ഒരു അസംഷൻ്റെ ബേസിൽ. പിന്നെ നമ്മൾ പറയുന്നത് ടോട്ടൽ അസറ്റ് ഓഫ് ദ ഫേംസ് ആർ ഗിവൺ. നമുക്ക് എന്ത് തന്നിരിക്കണം? ഫേമിൻ്റെ ടോട്ടൽ അസറ്റ്സ് നമുക്ക് ലഭിച്ചിട്ട് അത് തന്നിരിക്കണം. പിന്നെ എൻറ്റയർ പ്രോഫിറ്റ് ആർ ഡിസ്ട്രിബ്യൂട്ടഡ് എമംഗ് ദ ഷെയർ ഹോൾഡേഴ്സ്. അതായത് ഫേമിൻ്റെ എൻറ്റയർ പ്രോഫിറ്റും ആർക്ക് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യും? ഷെയർ ഹോൾഡേഴ്സിനെ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യും. അതായത് റീറ്റേൺഡ് ഏർണിങ്സ് വിൽ ബി 0. റീറ്റേൺഡ് ഏർണിങ്സ് ഉണ്ടായിരിക്കില്ല ഫേമിൽ, അതൊരു അസംഷനാണ്. പിന്നെ നമുക്ക് വരുന്നത് ബിസിനസ് റിസ്ക് ഈസ് അസ്യൂംഡ് ടു ബി ദ സെയിം അറ്റ് ഡിഫറെൻറ്റ് ക്യാപിറ്റൽ സ്ട്രക്ചർ ഓഫ് ദ കമ്പനി. ഇപ്പോൾ കമ്പനിയുടെ ക്യാപിറ്റൽ സ്ട്രക്ചറിൽ ഡിഫറെൻറ്റ് സ്ട്രക്ചേഴ്സ് ആവാം. അപ്പോൾ ഏത് സ്ട്രക്ചർ എടുക്കുകയാണെങ്കിലും, അതായത് ഏത് കോമ്പിനേഷൻ ഓഫ് ഡെറ്റ് ഇക്വിറ്റി എടുക്കുകയാണെങ്കിലും ബിസിനസ് റിസ്ക് സെയിം തന്നെ ആയിരിക്കും. എന്താ ബിസിനസ് റിസ്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വേരിയബിലിറ്റി ഇൻ സെയിൽസ് ആൻഡ് റിട്ടേൺസ് ആണ്. ഏർണിങ്സിൽ ഉണ്ടാകുന്ന വേരിയബിലിറ്റീനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ബിസിനസ് റിസ്ക് എന്ന് പറയുന്നത്. അപ്പം ഡിഫറെൻറ്റ് ക്യാപിറ്റൽ സ്ട്രക്ചർ ആണെങ്കിലും, അതായത് നമ്മൾ കോമ്പോസിഷൻ ഓഫ് ഡെറ്റ് ആൻഡ് ഇക്വിറ്റി മാറുന്നതിനനുസരിച്ചിട്ട് ഏതിൽ ചേഞ്ച് വരാൻ പാടില്ല? ബിസിനസ് റിസ്കിൽ വ്യത്യാസം ഉണ്ടാവില്ല, അത് റിമൈൻ സെയിം ആയിരിക്കും. ദെൻ പിന്നെ ഒരു അസംഷൻ പറയുന്നത് ദർ ഈസ് നോ കോർപ്പറേറ്റ് ടാക്സ്. ടാക്സ് ഉണ്ടായിരിക്കില്ല. അതായത് നമ്മുടെ നെറ്റ് പ്രോഫിറ്റ് എന്ന് പറയുന്നത് ഏർണിംഗ് ബിഫോർ ടാക്സ് ആണ്. ടാക്സ് ഇല്ല, കോർപ്പറേറ്റ് ടാക്സ് ഇല്ല എന്നുള്ളൊരു അസംഷൻ. സാധാരണ നെറ്റ് പ്രോഫിറ്റ് എന്ന് പറയുമ്പോൾ, അല്ലെങ്കിൽ പ്രോഫിറ്റ് അവൈലബിൾ ടു ഷെയർ ഹോൾഡേഴ്സ് എന്ന് പറയുന്നത് നോർമൽ കേസിൽ നമ്മൾ എങ്ങനെയാണ് എല്ലാം കൊടുത്തതിന് ശേഷം വരുന്നതാണ്. അപ്പോൾ ഇവിടെ നമുക്ക് കോർപ്പറേറ്റ് ടാക്സ് ഉണ്ടായിരിക്കില്ല. സോ ഏർണിംഗ് ബിഫോർ ടാക്സ് ആണ് നമ്മുടെ നെറ്റ് പ്രോഫിറ്റ് എന്ന് പറയുന്നത്. ദെൻ പിന്നെ പറയുന്നത് ദർ ഈസ് നോ ട്രാൻസാക്ഷൻ കോസ്റ്റ്. അതുപോലെ ട്രാൻസാക്ഷൻ കോസ്റ്റ് ഉണ്ടായിരിക്കില്ല. അതായത് കമ്പനിക്ക് ക്യാപിറ്റൽ സ്ട്രക്ചറിലെ ഓൾട്രേഷൻസ് വരുത്താം. അങ്ങനെ ക്യാപിറ്റൽ സ്ട്രക്ചറിലെ ചേഞ്ചസ് വരുത്തുമ്പോൾ ഏതുണ്ടാകാൻ പാടില്ല? ട്രാൻസാക്ഷൻ കോസ്റ്റ് വരാനായിട്ട് പാടില്ല. അപ്പോൾ ട്രാൻസാക്ഷൻ കോസ്റ്റ് ഇല്ലാതെ തന്നെ ക്യാപിറ്റൽ സ്ട്രക്ചറിൽ കമ്പനിക്ക് ചേഞ്ചസ് വരുത്താനായിട്ട് കഴിയും. അതായത് ദർ ഈസ് നോ ട്രാൻസാക്ഷൻ കോസ്റ്റ് ഇല്ല. പിന്നെ പറയുന്നത് ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റ് ഓഫ് ദ ഫേം ഈസ് ഗിവൺ ആൻഡ് ഈസ് എക്സ്പെക്റ്റഡ് ടു ഗ്രോ. നമുക്ക് ഫേമിൻ്റെ ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റ് നമുക്ക് തന്നിരിക്കണം, അത് ഫ്യൂച്ചറിലെ അതിൽ ഒരു ഗ്രോത്ത് ഉണ്ടായിരിക്കും എന്നുള്ളത് നമ്മൾ എക്സ്പെക്റ്റ് ചെയ്യുകയും ചെയ്യുന്നുണ്ട്. അപ്പം ഇത്രയും അസംഷൻസ് വെച്ചുകൊണ്ടാണ് നമ്മൾ ഏത് പഠിക്കുന്നത്? ക്യാപിറ്റൽ സ്ട്രക്ചർ തിയറീസ് പഠിക്കുന്നത്. അപ്പോൾ ആ ഒരു 8 അസംഷൻസ് നമ്മളൊന്ന് മനസ്സിൽ ഓർത്ത് വയ്ക്കുക. നമുക്ക് ഡെറ്റ് ആൻഡ് ഇക്വിറ്റി 2 സോഴ്സ് ഓഫ് ഫണ്ട് ഉണ്ടായിരിക്കുള്ളൂ. ഡിഗ്രി ഓഫ് ലിവറേജ് ചേഞ്ച് ചെയ്യും. ദെൻ ടോട്ടൽ അസറ്റ് ഓഫ് ദ ഫേം തന്നിരിക്കണം. പിന്നെ എൻറ്റയർ പ്രോഫിറ്റും നമ്മൾ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യണം, ഷെയർ ഹോൾഡേഴ്സിനെ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യും. അതായത് റീറ്റേൺഡ് ഏർണിംഗ് 0 ആയിരിക്കണം. കോർപ്പറേറ്റ് ടാക്സ് ഉണ്ടായിരിക്കില്ല. ട്രാൻസാക്ഷൻ കോസ്റ്റ് ഉണ്ടായിരിക്കില്ല. പിന്നെ ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റ് നമുക്ക് ഫേമിൻ്റെ തന്നിരിക്കും. ദെൻ അതിലെ ഗ്രോത്ത് നമ്മൾ എക്സ്പെക്റ്റ് ചെയ്യുന്നുണ്ട്. പിന്നെ ബിസിനസ് റിസ്ക് സെയിം ആയിരിക്കും. ഡിഫറെൻറ്റ് സ്ട്രക്ചർ സിറ്റുവേഷനിലും ബിസിനസ് റിസ്ക് സെയിം ആയിരിക്കും. അപ്പോൾ ഇത്രയും അസംഷൻസിനെ ബേസ് ചെയ്തുകൊണ്ടാണ് ഏത് വരുന്നത്? ക്യാപിറ്റൽ സ്ട്രക്ചർ തിയറീസ് വരുന്നത്. അപ്പോൾ നമുക്ക് 1 by 1 ആയിട്ട് നോക്കാം. ആദ്യം നമുക്ക് നെറ്റ് ഇൻകം അപ്രോച്ച്, അതായത് NI അപ്രോച്ച് നോക്കാം. എന്താണ് NI അപ്രോച്ച് എന്നുള്ളത് നോക്കാം നമുക്ക് ആദ്യം. നെറ്റ് ഇൻകം അപ്രോച്ച് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡുറാഡ് ഡേവിഡ് എന്ന് പറയുന്ന ഡ്യൂറൻ ഡേവിഡ് എന്നൊക്കെ പറയും, ഫിനാൻഷ്യൽ മാനേജ്മെൻറ്റ് എക്സ്പേർട്ടാണ്. അപ്പോൾ അദ്ദേഹം കൊണ്ടുവന്നിട്ടുള്ളതാണ് ഈ നെറ്റ് ഇൻകം അപ്രോച്ച് അഥവാ NI അപ്രോച്ച് എന്ന് പറയുന്നത്. അപ്പോൾ അക്കോർഡിംഗ് ടു ദിസ് അപ്രോച്ച്, ഈ അപ്രോച്ചിൽ എന്താ പറയുന്നത്? എ ഫേം ക്യാൻ ഇൻക്രീസ് വാല്യൂ. ഫേമിന് അതിൻ്റെ വാല്യൂ ഇൻക്രീസ് ചെയ്യാം. എങ്ങനെ? ബൈ ഇൻക്രീസിങ് ദ പ്രൊപ്പോർഷൻ ഓഫ് ഡെറ്റ് ഇൻ ദ ക്യാപിറ്റൽ സ്ട്രക്ചർ. അതായത് ക്യാപിറ്റൽ സ്ട്രക്ചറിലെ ഡെറ്റിൻ്റെ പ്രൊപ്പോർഷൻ വർദ്ധിപ്പിച്ചുകൊണ്ട് ഫേമിനെ അതിൻ്റെ വാല്യൂ ഇൻക്രീസ് ചെയ്യാം എന്നാണ് ഏത് അപ്രോച്ച് പറയുന്നത്? നെറ്റ് ഇൻകം അപ്രോച്ച് പറയുന്നത്. അതായത് ടോട്ടൽ ഫണ്ട് എംപ്ലോയിഡ് അതിലെ എന്ത് ഇൻക്രീസ് ചെയ്യുന്നു? ഡെറ്റ് കോമ്പോണൻറ്റ് അല്ലെങ്കിൽ ഡെറ്റ് കണ്ടൻറ്റ് ഇൻക്രീസ് ചെയ്യുക. ഇറ്റ് വിൽ റിസൾട്ട് ഇൻ ഡിക്ലൈൻ ഇൻ ദ ഓവറോൾ കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ. അപ്പോൾ ടോട്ടൽ ഫണ്ടിലെ
ഡെറ്റ് കണ്ടന്റ് ഇൻക്രീസ് ചെയ്യുമ്പോൾ, അപ്പോൾ ഇങ്ങനെ ആലോചിച്ചാൽ മതി. ടോട്ടൽ ഫണ്ട്, നമുക്ക് ടോട്ടൽ ഫണ്ട് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് NI അപ്രോച്ച് ആണ്. NI അപ്രോച്ച് നമ്മുടെ ടോട്ടൽ ഫണ്ട് എംപ്ലോയിഡ്. ഈ ടോട്ടൽ ഫണ്ട് എംപ്ലോയിഡിൽ നമ്മൾ ഏത് കൂട്ടുന്നു, ഏത് നമ്മൾ ഇൻക്രീസ് ചെയ്യുന്നു? ഡെറ്റ് കണ്ടന്റ് നമ്മൾ ഇൻക്രീസ് ചെയ്യുന്നു. ഇൻക്രീസ് ഡെറ്റ് കണ്ടന്റ്. അപ്പം അതിലെ ഡെറ്റ് കണ്ടന്റ് നമ്മൾ ഇൻക്രീസ് ചെയ്യുന്നു. ഡെറ്റ് കണ്ടന്റ് ഇൻക്രീസ് ചെയ്യുന്നതിൻ്റെ ഫലമായിട്ട് ഓവറോൾ കോസ്റ്റ് ഓഫ് ക്യാപിറ്റലെ ഡിക്ലൈൻ ചെയ്യും. അപ്പോൾ ഇത് ഇൻക്രീസ് ചെയ്യുമ്പോൾ ഏത് ഡിക്ലൈൻ ചെയ്യും? ഓവറോൾ കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ. ഓവറോൾ കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ ഡിക്ലൈൻ ചെയ്യും. അപ്പോൾ ഓവറോൾ കോസ്റ്റ് ഓഫ് ക്യാപിറ്റലെ ഡിക്ലൈൻ ചെയ്യും. അപ്പോൾ അതിൻ്റെ ഫലമായിട്ട് അപ്പോൾ എന്തുണ്ടായിരിക്കും? ഫേമിൻ്റെ വാല്യൂ, അല്ലേ? വാല്യൂ ഓഫ് ദ ഫേം വിൽ ഗോ അപ്പ്, അത് ഇൻക്രീസ് ചെയ്യും. അപ്പോൾ ഇതാണ് ഇതിൽ പറയുന്നത് നെറ്റ് ഇൻകം അപ്രോച്ചസിൽ പറയുന്നത്. അപ്പോൾ ടോട്ടൽ ഫണ്ട് എംപ്ലോയിഡ്, അതായത് ക്യാപിറ്റൽ സ്ട്രക്ചറിലെ ഡെറ്റ് കണ്ടന്റിൻ്റെ പ്രപ്പോർഷൻ ഇൻക്രീസ് ചെയ്യുമ്പോൾ ഫേമിൻ്റെ ഓവറോൾ കോസ്റ്റ് ഓഫ് ക്യാപിറ്റലെ ഡിക്ലൈൻ ചെയ്യുന്നു. ദെൻ അതോടൊപ്പം തന്നെ വാല്യൂ ഓഫ് ദ ഫേം വിൽ ഗോ അപ്പ്, അത് ഉയരുകയും ചെയ്യുന്നു. അപ്പോൾ നമുക്ക് ക്യാപിറ്റൽ സ്ട്രക്ചറിലെ ഡെറ്റ് പ്രപ്പോർഷൻ ഇൻക്രീസ് ചെയ്തുകൊണ്ട് ഫേമിൻ്റെ വാല്യൂ ഇൻക്രീസ് ചെയ്യാൻ കഴിയും എന്നാണ് ഏത് അപ്രോച്ച് പറയുന്നത്? NI അപ്രോച്ച് പറയുന്നത്. ഓക്കെ, ക്ലിയർ ആയി. ഇനി ഇതിൻ്റെ ഓപ്പോസിറ്റ് സിറ്റുവേഷൻ ആണെങ്കിൽ റിവേഴ്സ് ആണ് ഹാപ്പൻ ചെയ്യുക. അപ്പം നമുക്ക് ഇതാണ് നമ്മുടെ തിയറി എന്ന് പറയുന്നത്. ദെൻ ഈ NI അപ്രോച്ച് ഈസ് ബേസ്ഡ് ദ ഫോളോയിങ് 3 അസംഷൻസ്. ഇപ്പോൾ 3 അസംഷൻസിനെ ബേസ് ചെയ്തിട്ടാണ് NI അപ്രോച്ചസ് വരുന്നത്. അതിലെ ഫസ്റ്റ് അസംഷൻ എന്ന് പറയുന്നത് ദർ ഈസ് നോ കോർപ്പറേറ്റ് ടാക്സ്. ഇവിടെ നമുക്ക് എന്തില്ല? കോർപ്പറേറ്റ് ടാക്സ് ഉണ്ടായിരിക്കില്ല. അതായത് നമ്മുടെ നെറ്റ് പ്രോഫിറ്റ് എന്ന് പറയുന്നത് EBT, ഏർണിംഗ് ബിഫോർ ടാക്സ് ആയിരിക്കും. ദെൻ പിന്നെ ഒരെണ്ണം പറയുന്നത് കോസ്റ്റ് ഓഫ് ഡെറ്റ് ഈസ് ലെസ് ദാൻ കോസ്റ്റ് ഓഫ് ഇക്വിറ്റി. അതായത് കോസ്റ്റ് ഓഫ് ഇക്വിറ്റിയേക്കാളും കുറവായിരിക്കും കോസ്റ്റ് ഓഫ് ഡെറ്റ് എന്ന് പറയുന്നത്. അതൊരു അസംഷനാണ്. കോസ്റ്റ് ഓഫ് ഡെറ്റ് ഈസ് ലെസ് ദാൻ ദ കോസ്റ്റ് ഓഫ് ഇക്വിറ്റി. ഇപ്പോൾ ഇക്വിറ്റിയുടെ കോസ്റ്റിനേക്കാളും കുറവാണ് കോസ്റ്റ് ഓഫ് ഡെറ്റ്. ദെൻ തേർഡ് അസംഷൻ പറയുന്നത് ഇൻവെസ്റ്റേഴ്സ് ആർ നോട്ട് ബോതേർഡ് അബൌട്ട് ദ റിസ്ക് ഡ്യൂ ടു ദ യൂസ് ഓഫ് ഡെറ്റ്. ഇപ്പോൾ ക്യാപിറ്റൽ സ്ട്രക്ചറിൽ നമ്മൾ ഡെറ്റ് യൂസ് ചെയ്യുമ്പോൾ ഉണ്ടാകാവുന്ന ആ ഒരു റിസ്ക്, അതിനെ സംബന്ധിച്ച് ആരെ ബോധറായിരിക്കില്ല? ഇൻവെസ്റ്റേഴ്സ് ബോധറയുന്നില്ല. അപ്പോൾ ഈ 3 അസംഷനെ ബേസ് ചെയ്തുകൊണ്ടാണ് ഏത് വരുന്നത്? NI അപ്രോച്ച് വരുന്നത്. അപ്പം നമുക്ക് നോക്കാം എങ്ങനെയാണ് NI അപ്രോച്ചസിലെ വാല്യൂ ഓഫ് ദ ഫേമും ഓവറോൾ കോസ്റ്റ് ഓഫ് ക്യാപിറ്റലും എങ്ങനെയാണ് കമ്പ്യൂട്ട് ചെയ്യുക എന്നുള്ളത് നമുക്ക് നോക്കാം. അപ്പോൾ ആദ്യം നമുക്ക് വാല്യൂ ഓഫ് ദ ഫേം എങ്ങനെയാണ് കമ്പ്യൂട്ട് ചെയ്യുക നോക്കാം. അപ്പോൾ NI അപ്രോച്ചസിലെ value of the firm is equal to value of the firm is equal to, ഇപ്പോൾ വാല്യൂ ഓഫ് ദ ഫേം എന്നുള്ളതിന് ഷോർട്ട് ആക്കിയിട്ട് നമുക്ക് V എന്ന് പറയാം, is equal to നമുക്ക് എന്ത് കൊടുക്കാം? മാർക്കറ്റ് വാല്യൂ ഓഫ് ഇക്വിറ്റി. വാല്യൂ ഓഫ് ദ ഫേം എന്ന് പറയുന്നത് ടോട്ടൽ വാല്യൂ ഓഫ് ദ ഫേം ആണ്, ഫേമിൻ്റെ ടോട്ടൽ വാല്യൂ. അപ്പോൾ ടോട്ടൽ വാല്യൂ ഓഫ് ദ ഫേം എന്ന് പറയുമ്പോൾ എന്തായിരിക്കും? മാർക്കറ്റ് വാല്യൂ ഓഫ് ഇക്വിറ്റി പ്ലസ് മാർക്കറ്റ് വാല്യൂ ഓഫ് ഡെറ്റ് ആണ്, അല്ലേ? ഒരു ഫേമിൻ്റെ ക്യാപിറ്റൽ സ്ട്രക്ചർ എന്ന് പറയുമ്പോൾ അതിൽ ഇക്വിറ്റി ഉണ്ടായിരിക്കും, ഡെറ്റ് കോമ്പോണൻറ്റും ഉണ്ടായിരിക്കും. അപ്പോൾ ടോട്ടൽ വാല്യൂ ഓഫ് ദ ഫേം എന്ന് പറയുമ്പോൾ മാർക്കറ്റ് വാല്യൂ ഓഫ് ഇക്വിറ്റി പ്ലസ് മാർക്കറ്റ് വാല്യൂ ഓഫ് ഡെറ്റ് ആണ്. നമ്മൾ ആദ്യമേ തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു, അസംഷൻ പറയുമ്പോൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഓൺലി 2 സോഴ്സസ് ഓഫ് ഫണ്ട്, ഏതാണ്? ഡെറ്റ് ആൻഡ് ഇക്വിറ്റി. അപ്പോൾ ഇതിൽ ഈ 2 സോഴ്സസും ഉണ്ട് എന്നുള്ള ഒരു അസംഷനോട് കൂടിയാണ് നമ്മളിത് ചെയ്യുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരു ഫേമിൻ്റെ ക്യാപിറ്റൽ സ്ട്രക്ചർ എന്ന് പറയുമ്പോൾ അവിടെ മാർക്കറ്റ് വാല്യൂ ഓഫ് ഇക്വിറ്റി ഉണ്ടായിരിക്കും, മാർക്കറ്റ് വാല്യൂ ഓഫ് ഡെറ്റും ഉണ്ടായിരിക്കും. സോ ടോട്ടൽ വാല്യൂ ഓഫ് ദ ഫേം ഈസ് ഈക്വൽ ടു മാർക്കറ്റ് വാല്യൂ ഓഫ് ഇക്വിറ്റി പ്ലസ് മാർക്കറ്റ് വാല്യൂ ഓഫ് ഡെറ്റ്.
നമുക്ക് ഷോർട്ട് ആക്കിയിട്ട് എഴുതുമ്പോൾ മാർക്കറ്റ് വാല്യൂ ഓഫ് ഫേം ഈസ് എന്നുള്ളതിനെ വി എന്ന് നമുക്ക് നോട്ട് ചെയ്യാവുന്നതാണ്. അപ്പോൾ വി ഈസ് ഈക്വൽ ടു മാർക്കറ്റ് വാല്യൂ ഓഫ് ഇക്വിറ്റി എന്ന് പറയുന്നത് എസ് ആണ്, പ്ലസ് മാർക്കറ്റ് വാല്യൂ ഓഫ് ഡെറ്റ് ഡി. അപ്പോൾ വി ഈസ് ഈക്വൽ ടു എസ് പ്ലസ് ഡി. അതാണ് നമുക്ക് ടോട്ടൽ വാല്യൂ ഓഫ് ദ ഫേം കാണാനായിട്ടുള്ള ഇക്വേഷൻ. അപ്പോൾ വി ഈസ് ഈക്വൽ ടു എസ് പ്ലസ് ഡി, അല്ലെങ്കിൽ മാർക്കറ്റ് വാല്യൂ ഓഫ് ഇക്വിറ്റി പ്ലസ് ഡെറ്റ്. ദെൻ ഇനി നമുക്കിതിലെ വാല്യൂ ഓഫ് ഡെറ്റ് നമുക്ക് ഡയറക്റ്റ് ക്വസ്റ്റ്യനിൽ ഉണ്ടായിരിക്കും. ഡെറ്റിൻ്റെ വാല്യൂ എത്രയാണെന്നുള്ളത് നമുക്ക് മാർക്കറ്റ് വാല്യൂ ഓഫ് ഇക്വിറ്റി നമ്മൾ കമ്പ്യൂട്ട് ചെയ്യേണ്ടതായിട്ട് വരും. അപ്പം മാർക്കറ്റ് വാല്യൂ ഓഫ് ഇക്വിറ്റി എങ്ങനെയാണ് കമ്പ്യൂട്ട് ചെയ്യുക എന്നുള്ളത് നമുക്ക് നോക്കാം. അപ്പം നമുക്ക് നെക്സ്റ്റ് നമ്മളതാണ് കണ്ടുപിടിക്കുന്നത്. മാർക്കറ്റ് വാല്യൂ ഓഫ് ഇക്വിറ്റി, അതായത് എസ് എന്നാണ് അതിനെ ഡിനോട്ട് ചെയ്യുന്നത്. അപ്പം മാർക്കറ്റ് വാല്യൂ ഓഫ് ഇക്വിറ്റി അതായത് എസ് ഈസ് ഈക്വൽ ടു എങ്ങനെയാണ് വരുന്നത്? ഏർണിങ്സ് അവൈലബിൾ ടു, നമുക്ക് ഏർണിങ്സ് അവൈലബിൾ ടു ഏർണിങ്സ് അവൈലബിൾ ഫോർ ഷെയർ ഹോൾഡേഴ്സ്, ഇക്വിറ്റി ഷെയർ ഹോൾഡേഴ്സ്, ഏർണിങ്സ് അവൈലബിൾ ബൈ ഇക്വിറ്റി ഷെയർ ഹോൾഡേഴ്സ്, earnings available for equity shareholders divided by equity capitalization rate. Equity capitalization rate. അപ്പോൾ നമുക്ക് മാർക്കറ്റ് വാല്യൂ ഓഫ് ഇക്വിറ്റി ഈസ് ഈക്വൽ ടു ഏർണിംഗ് അവൈലബിൾ ഫോർ ഇക്വിറ്റി ഷെയർ ഹോൾഡേഴ്സ് ഡിവൈഡഡ് ബൈ ഇക്വിറ്റി ക്യാപിറ്റലൈസേഷൻ റേറ്റ്. ഇതിനെ നമുക്ക് ഷോർട്ട് ആക്കിയിട്ട് എഴുതുമ്പോൾ എങ്ങനെ കൊടുക്കാം? എസ് ഈസ് ഈക്വൽ ടു ഏർണിംഗ് അവൈലബിൾ ഫോർ ഇക്വിറ്റി ഷെയർ ഹോൾഡേഴ്സ് എന്ന് പറയുന്നത് നമ്മുടെ നെറ്റ് പ്രോഫിറ്റ് ആണ്. അതായത് ഇവിടെ നമ്മൾ കോർപ്പറേറ്റ് ടാക്സ് എടുക്കുന്നില്ല എന്ന് പറഞ്ഞു. അപ്പം അതുകൊണ്ട് തന്നെ ഏർണിംഗ് ബിഫോർ ടാക്സ്, ഈ EBT ഇതിനെ തന്നെ നമുക്ക് NI എന്നും ഡിനോട്ട് ചെയ്യാവുന്നതാണ്. നെറ്റ് ഇൻകം, അതായത് ഏർണിംഗ് അവൈലബിൾ ഫോർ ഇക്വിറ്റി ഷെയർ ഹോൾഡേഴ്സ് എന്ന് പറയുന്നത് നെറ്റ് ഇൻകം ആണ്. നെറ്റ് ഇൻകം അപ്പോൾ നമ്മൾ എഴുതുമ്പോൾ ഇങ്ങനെയാണ്, നിങ്ങളുടെ ടെക്സ്റ്റിലൊക്കെ ഇങ്ങനെയാണ് വരിക, NI ഡിവൈഡഡ് ബൈ നെറ്റ് ഇൻകം. ഈ നെറ്റ് ഇൻകം എന്ന് പറയുന്നത് ഇവിടെ ഏതാണ്? ഏർണിങ്സ് ബിഫോർ ടാക്സ് ആണ്. കാരണം നമ്മൾ കോർപ്പറേറ്റ് ടാക്സ് ഇല്ല എന്ന്, ദർ ഈസ് നോ കോർപ്പറേറ്റ് ടാക്സ് അസംഷൻ്റെ ബേസിലാണ് നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ ഏർണിങ്സ് ബിഫോർ ടാക്സ് ആണ് നമ്മുടെ നെറ്റ് ഇൻകം എന്ന് പറയുന്നത്. അപ്പം നെറ്റ് ഇൻകം അല്ലെങ്കിൽ EBT ഏർണിങ്സ് ബിഫോർ ടാക്സ് അത് ഡിവൈഡഡ് ബൈ ഇക്വിറ്റി ക്യാപിറ്റലൈസേഷൻ റേറ്റ് നമ്മൾ ഷോർട്ട് ആക്കിയിട്ട് പറയുക KE എന്നാണ് ഡിനോട്ട് ചെയ്യുക. ഇക്വിറ്റി ക്യാപിറ്റലൈസേഷൻ റേറ്റ് ഓർ കോസ്റ്റ് ഓഫ് ഇക്വിറ്റി എന്നൊക്കെ പറയും. കോസ്റ്റ് ഓഫ് ഇക്വിറ്റി ക്യാപിറ്റലൈസേഷൻ റേറ്റ് KE. അപ്പം ഇങ്ങനെയാണ് നമ്മൾ ഏത് കണ്ടുപിടിക്കുന്നത്? മാർക്കറ്റ് വാല്യൂ ഓഫ് ഇക്വിറ്റി, അതായത് ഏർണിങ്സ് അവൈലബിൾ ഫോർ ഇക്വിറ്റി ഷെയർ ഹോൾഡേഴ്സ് ഡിവൈഡഡ് ബൈ ഇക്വിറ്റി ക്യാപിറ്റലൈസേഷൻ റേറ്റ്, അതായത് S ഈസ് ഈക്വൽ ടു EBT അല്ലെങ്കിൽ NI ഡിവൈഡഡ് ബൈ KE. ദെൻ അപ്പോൾ നമുക്ക് ഇത് കിട്ടിക്കഴിഞ്ഞാൽ ഏത് കണ്ടുപിടിക്കാം? വാല്യൂ ഓഫ് ദ ഫേം കണ്ടുപിടിക്കാം. ദെൻ ഇനി നമുക്കിതിൽ കാണാനുള്ളത് ഓവറോൾ കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ ആണ്. ഓവറോൾ കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ, ഓവറോൾ കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ, ഓവറോൾ കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ ഈസ് ഈക്വൽ ടു ഓവറോൾ കോസ്റ്റ് ഓഫ് ക്യാപിറ്റലെ കാണാനായിട്ടുള്ള ഇക്വേഷൻ EBIT, അതായത് ഏർണിങ്സ് ബിഫോർ ഇൻട്രസ്റ്റ് ആൻഡ് ടാക്സ്, ഏർണിങ്സ് ബിഫോർ ഇൻട്രസ്റ്റ് ആൻഡ് ടാക്സ് ഡിവൈഡഡ് ബൈ വാല്യൂ ഓഫ് ദ ഫേം, വാല്യൂ ഓഫ് ദ ഫേം ഇൻറ്റു 100. അപ്പോൾ ഓവറോൾ കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ ഈസ് ഈക്വൽ ടു EBIT ഡിവൈഡഡ് ബൈ വാല്യൂ ഓഫ് ഫേം ഇൻറ്റു 100. അതായത് EBIT, അതായത് ഏർണിംഗ് ബിഫോർ ഇൻട്രസ്റ്റ് ആൻഡ് ടാക്സ് ഡിവൈഡഡ് ബൈ V ഇൻറ്റു 100. അപ്പോൾ നമുക്ക് എന്ത് കിട്ടും? ഓവറോൾ കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ കിട്ടും. ഓക്കെ,
അപ്പം ഇങ്ങനെയാണ് ഏത് വരുന്നത്, നെറ്റ് ഇൻകം അപ്രോച്ചസ് വരുന്നത്. നമുക്കൊരു ഇല്ലുസ്ട്രേഷൻ നോക്കാം. എന്നിട്ട് ഇല്ലുസ്ട്രേഷൻ വെച്ച് നോക്കിയിട്ട് നമുക്ക് നോക്കി നോക്കാം ഡെറ്റ് കോമ്പണൻറ്റ് ഇൻക്രീസ് ചെയ്യുന്നതിൻ്റെ ഭാഗമായിട്ട് ഫേമിൻ്റെ വാല്യൂ ഇൻക്രീസ് ചെയ്യുന്നുണ്ടോ എന്നുള്ളത് നമുക്ക് നോക്കാം ഇല്ലേ. നമ്മളതല്ലേ തിയറിയിൽ നമ്മളതാ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. ഫേം അതിൻ്റെ ഡെറ്റ് കോമ്പണൻറ്റ് ഇൻക്രീസ് ചെയ്യുന്ന സമയത്ത് ഓവറോൾ കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ കുറയും, വാല്യൂ ഓഫ് ഫേം ഇൻക്രീസ് ചെയ്യും എന്ന് പറഞ്ഞു. അപ്പോൾ നോക്കി നോക്കാം നമുക്കൊരു എക്സാമ്പിൾ വെച്ചിട്ട് അത് ചെയ്യാൻ പറ്റുന്നുണ്ടോ എന്നുള്ളത്. നോക്കാം നമുക്ക്. അപ്പം നമുക്കിവിടെ തന്നിരിക്കുന്നത് ക്വസ്റ്റ്യൻ നോക്കാം. ക്വസ്റ്റ്യനിൽ നമ്മൾ പറയുന്നത് XYZ ലിമിറ്റഡിൻ്റെ എക്സ്പെക്റ്റഡ് ആനുവൽ ഏർണിങ്സ് ആണ്. ഇൻട്രസ്റ്റ് ആൻഡ് ടാക്സ് ഒക്കെ കൊടുക്കുന്നതിന് മുൻപുള്ള അവരുടെ എക്സ്പെക്റ്റഡ് ആനുവൽ ഏർണിങ്സ്, അതായത് എബിറ്റ് എന്ന് പറയുന്നത് 4 lakh ആണ്. എബിറ്റ് ഈസ് ഈക്വൽ ടു ₹4 lakh ആണ് എന്ന് നമുക്ക് തന്നിട്ടുണ്ട്. ദെൻ അവരുടെ ഡിബഞ്ചർ ക്യാപിറ്റൽ സ്ട്രക്ചറിൽ 10% ഡിബഞ്ചർ അറ്റ് ₹16 lakhs പറയുന്നുണ്ട്. 10% ഡിബഞ്ചർ ആണുള്ളത്. 10% ഡിബഞ്ചർ അത് അറ്റ് 16 lakhs ആണ് അതിൻ്റെ വാല്യൂ വരുന്നത്. 16 ലക്ഷത്തിൻ്റെ 10% ഡിബഞ്ചർ വരുന്നുണ്ട്. ദെൻ അവരുടെ ഇക്വിറ്റി കോസ്റ്റ് ഓഫ് ഇക്വിറ്റി ഓർ ക്യാപിറ്റലൈസേഷൻ റേറ്റ് നമുക്ക് തന്നിട്ടുണ്ട് 12.5% ആണെന്ന്. അതായത് KE ആണല്ലോ. അതായത് കോസ്റ്റ് ഓഫ് ഇക്വിറ്റി അല്ലെങ്കിൽ ക്യാപിറ്റലൈസേഷൻ റേറ്റ് എന്ന് പറയുന്നത് അതിൻ്റെ ഷോർട്ട് ഫോം എന്ന് പറഞ്ഞാൽ KE ആണ്. ഇക്വിറ്റി ക്യാപിറ്റലൈസേഷൻ റേറ്റ് KE ആണ്. അപ്പോൾ ഇക്വിറ്റി ക്യാപിറ്റലൈസേഷൻ റേറ്റ് KE ഈസ് ഈക്വൽ ടു നമുക്ക് 12.5% ആണെന്ന് തന്നിട്ടുണ്ട് ക്വസ്റ്റ്യനിൽ. ദെൻ കാൽക്കുലേറ്റ് ദ വാല്യൂ ഓഫ് ഫേം അക്കോർഡിംഗ് ടു NI അപ്രോച്ച്. അപ്പോൾ NI അപ്രോച്ച് പ്രകാരം നമ്മളോട് വാല്യൂ ഓഫ് ഫേം കമ്പ്യൂട്ട് ചെയ്യാനാണ് പറയുന്നത്. അതോടൊപ്പം തന്നെ ഏതും പറയുന്നുണ്ട് ഓവറോൾ കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ ഇൻ ദ ഓവറോൾ കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ ഓഫ് XYZൻ്റെ ഓവറോൾ കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ എത്രയാണെന്നുള്ളതും കമ്പ്യൂട്ട് ചെയ്യാനായിട്ട് പറയുന്നു. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമ്മളോട് പറയുന്നത്. അപ്പോൾ ആദ്യം നമുക്ക് ഏത് കാണാം, വാല്യൂ ഓഫ് ഫേം കാണാം അല്ലേ. വാല്യൂ ഓഫ് ഫേം V ഈസ് ഈക്വൽ ടു വാല്യൂ ഓഫ് കാണാനുള്ള ഇക്വേഷൻ എന്താണ്, മാർക്കറ്റ് വാല്യൂ ഓഫ് ഇക്വിറ്റി അതായത് S പ്ലസ് മാർക്കറ്റ് വാല്യൂ ഓഫ് ഡെറ്റ് അതായത് D. അപ്പോൾ V ഈസ് ഈക്വൽ ടു S പ്ലസ് D. അതിൽ നമുക്ക് D എത്രയാണെന്നുള്ളത് തന്നിട്ടുണ്ട് ഇല്ലേ. D എത്രയാണെന്ന് നമുക്ക് ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട്. 16 lakhs ആണ് നമുക്ക് D വരുന്നത്. ഇനി നമുക്ക് ഇതിൽ ഏത് കണ്ടുപിടിക്കണം, S നമുക്ക് കണ്ടുപിടിക്കണം. അപ്പോൾ S കാണാനുള്ള ഇക്വേഷൻ നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു. S അതായത് മാർക്കറ്റ് വാല്യൂ ഓഫ് ഇക്വിറ്റി ഈസ് ഈക്വൽ ടു എന്താണ്, നെറ്റ് ഇൻകം ഏർണിങ്സ് അവൈലബിൾ ഫോർ ഇക്വിറ്റി ഷെയർസ് അല്ലെങ്കിൽ നെറ്റ് ഇൻകം അല്ലെങ്കിൽ ഏർണിംഗ് ബിഫോർ ടാക്സ് അല്ലെ EBT, അത് ഡിവൈഡഡ് ബൈ ഇക്വിറ്റി ക്യാപിറ്റലൈസേഷൻ റേറ്റ് ആണ്. അപ്പോൾ NI ഡിവൈഡഡ് ബൈ NI അല്ലെങ്കിൽ ഓർ EBT. നിങ്ങൾക്ക് NI എന്നുള്ളതിനേക്കാളും EBT എന്ന് കൊടുക്കുകയായിരിക്കും എളുപ്പമുണ്ടാവുക. കാരണം നമുക്ക് എബിറ്റ് നമുക്ക് ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട്. അപ്പോൾ പിന്നെ ഇൻട്രസ്റ്റ് മൈനസ് ചെയ്തിട്ട് EBT കാണാനാണ് നിങ്ങൾക്ക് എളുപ്പം. അല്ലെങ്കിൽ നിങ്ങൾ NI നോക്കിക്കഴിഞ്ഞാൽ നെറ്റ് ഇൻകം എവിടെയെന്നുള്ളതൊക്കെ ആലോചിച്ചിരിക്കും. അപ്പോൾ നമുക്ക് NI ഡിവൈഡഡ് ഓർ EBIT ഡിവൈഡഡ് ബൈ KE. അതിൽ KE എത്രയെന്ന് നമുക്കറിയാം. KE 12.5% ആണ്. ഇനി നമുക്ക് എബിറ്റ് ആണ്, EBT അല്ലെങ്കിൽ നെറ്റ് ഇൻകം ആണ് കിട്ടേണ്ടത്. അപ്പോൾ നമുക്കറിയാം എബിറ്റ് ഈസ് ഈക്വൽ ടു നമുക്ക് തന്നിട്ടുണ്ട്. എബിറ്റ് ഈസ് ഈക്വൽ ടു നമുക്ക് 4 lakh ആണെന്ന് തന്നിട്ടുണ്ട്. ഇതിൽ നിന്ന് നമ്മൾ ഏത് കുറയ്ക്കണം, ഡിബഞ്ചർ ഇൻട്രസ്റ്റ് മൈനസ് ചെയ്യണം. അപ്പോൾ ഡിബഞ്ചർ ഇൻട്രസ്റ്റ് മൈനസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും, ഏർണിങ്സ് ബിഫോർ ടാക്സ് അതായത് നമ്മുടെ NI എത്രയാണെന്നുള്ളത് നമുക്ക് കിട്ടും. അപ്പോൾ ലെസ് ഡിബഞ്ചർ ഇൻട്രസ്റ്റ്, ഡിബഞ്ചർ നമുക്ക് വരുന്നത് 16 lakhs ആണ്. 10% ഡിബഞ്ചർ ആണ് അല്ലേ, 16 lakhs ആണ്.
10% ഡിബഞ്ചറാണ് വരുന്നത്. അപ്പോൾ 16 lakhsന്റെ 10% ആണ് നമ്മൾ എന്തായിട്ട് എടുക്കേണ്ടത്? ഡിബഞ്ചർ കുറയ്ക്കേണ്ടത്. 10% ആണ് നമ്മൾ ഡിബഞ്ചർ കുറയ്ക്കേണ്ടത്. അപ്പോൾ 16 lakhsന്റെ 10% എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എത്രയാ വരിക? 16 lakhsന്റെ 10% എന്ന് പറയുമ്പോൾ 1,60,000. അപ്പോൾ 1,60,000 ആണ് നമുക്ക് ഇൻട്രസ്റ്റ് വരുന്നത്. മൈനസ് ചെയ്യുമ്പോൾ 0, 6 10 4, 2 4 2. അപ്പോൾ 2,40,000 ആണ് നമുക്ക് നെറ്റ് ഇൻകം അഥവാ EBT കിട്ടുന്നത്. അപ്പോൾ നമുക്ക് ഇനി നമുക്ക് എന്ത് കണ്ടുപിടിക്കാം? എസ് നമുക്ക് കാണാം അല്ലേ? എസ് കാണാനുള്ള ഇക്വേഷൻ EBT ഡിവൈഡഡ് ബൈ KE ആണ്. അപ്പം നമുക്ക് EBT ഈസ് ഈക്വൽ ടു 2,40,000 ആണെന്ന് അറിയാം. അപ്പം നമ്മൾ എസ് ഈസ് ഈക്വൽ ടു എഴുതി 2,40,000. 2,40,000 ഡിവൈഡഡ് ബൈ K എന്ന് പറയുന്നത് 12.5% ആണ്. അതൊന്നുകിൽ നിങ്ങൾക്ക് എങ്ങനെ എഴുതാം? 0.125 ആ പോയിന്റ് കളഞ്ഞിട്ട് എഴുതാം. 2,40,000 ഇൻറ്റു 0.125 എന്ന് എഴുതാം. അല്ലെങ്കിൽ നിങ്ങൾ ഇങ്ങനെ തന്നെ എഴുതിയാൽ മതി. 12.5 ഇൻറ്റു ഇവിടെ 100 കൊടുക്കുക. അപ്പോൾ 2,40,000 ഡിവൈഡഡ് ബൈ 12.5 ഇൻറ്റു 100 എന്ന് നമുക്ക് വരും. അപ്പോൾ എത്രയാണ് നമുക്ക് ആൻസർ കിട്ടുക? ഈസ് ഈക്വൽ ടു 19,020 lakhs. 19,020 lakhs. അപ്പോൾ നമുക്ക് എസ് ഈസ് ഈക്വൽ ടു 19,020 lakhs എന്ന് കിട്ടി. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഏത് കണ്ടുപിടിക്കാം? വാല്യൂ ഓഫ് ദ ഫേം നമുക്ക് കണ്ടുപിടിക്കാം. അപ്പോൾ വാല്യൂ ഓഫ് ദ ഫേം ഈസ് ഈക്വൽ ടു എത്ര വരും? 19,20,000 പ്ലസ് ഡിബഞ്ചർ നമുക്ക് വരുന്നത് 16 lakh ആണ്. ഡിബഞ്ചർ വരുന്നത് 16 lakh ആണ് ഡിബഞ്ചർ വരുന്നത്. രണ്ടും കൂടെ ആഡ് ചെയ്യാം. ആഡ് ചെയ്യുമ്പോൾ 2 9 6 15 ബാക്കി 1 35 35,20,000. ഇപ്പം നമുക്ക് എന്ത് കിട്ടി? V ഈസ് ഈക്വൽ ടു 35,20,000 നമുക്ക് കിട്ടി. ഇത് കിട്ടിക്കഴിഞ്ഞാൽ ഇനി നമുക്ക് എന്ത് കണ്ടുപിടിക്കണം? ഓവറോൾ കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ അല്ലേ? അപ്പം ഇനി നമുക്ക് അത് കാണാം. നമുക്ക് ഓവറോൾ കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ കാണാം. ഓവറോൾ കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ കാണാനുള്ള ഇക്വേഷൻ എന്താ വരുന്നത്? ഓവറോൾ കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ is equal to EBIT divided by value of firm. EBIT divided by value of firm into 100 അല്ലേ? EBIT നമുക്ക് ഓൾറെഡി ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട്. EBIT ഈസ് ഈക്വൽ ടു 4 lakh ആണ് അല്ലേ? EBIT ഈസ് ഈക്വൽ ടു 4 lakh ആണ്. അപ്പോൾ 4 ലക്ഷമാണ് EBIT എന്ന് നമുക്ക് ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട്. ഈസ് ഈക്വൽ ടു 4 lakhs ഡിവൈഡഡ് ബൈ 35,20,000 ഇൻറ്റു 100 ഇക്വേഷനിലേക്ക് നമ്മൾ കൊടുത്തു. അപ്പോൾ 4 lakh ഡിവൈഡഡ് ബൈ 35,20,000 ഇൻറ്റു 100 ഈസ് ഈക്വൽ ടു 11.36%. അപ്പോൾ നമുക്ക് ഓവറോൾ കോസ്റ്റ് ഓഫ് ക്യാപിറ്റല് എത്ര കിട്ടി? 11.36% കിട്ടി. ഓക്കെ. അപ്പോൾ നിങ്ങൾക്ക് ഇതൊക്കെ കാണാൻ പഠിച്ചിട്ടുണ്ടായിരിക്കും. വാല്യൂ ഓഫ് ഫേം എങ്ങനെയാണ് കാണുക എന്നുള്ളതും അതുപോലെ തന്നെ ഓവറോൾ കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ കാണാനായിട്ട് പഠിഞ്ഞു. ഇനി നമുക്ക് ഈ തിയറി പറഞ്ഞത് ശരിയാണോ എന്നൊന്ന് പ്രൂവ് ചെയ്യണ്ടേ? പ്രൂവ് ചെയ്ത് നോക്കണം. അപ്പോൾ നമുക്ക് ഇപ്പോൾ ചെയ്ത ഈ ക്വസ്റ്റ്യനിൽ തന്നെ നമ്മൾ 16 lakhs ആയിരുന്നു നമുക്ക് ഡിബഞ്ചർ വന്നിട്ടുണ്ടായിരുന്നത്. ആ ഡിബഞ്ചർ നമ്മൾ 16 lakhനോട് കൂടെ ഒരു 4 lakh കൂടെ നമ്മൾ അങ്ങോട്ട് ഇൻക്രീസ് ചെയ്യാനായിട്ട് തീരുമാനിച്ചു.
അപ്പോൾ അതിൻ്റെ അങ്ങനെ വരുമ്പോൾ എങ്ങനെയാണ് വാല്യൂ ഓഫ് ദ ഫേം എന്നുള്ളതൊക്കെ നമുക്ക് നോക്കാം. എന്നിട്ട് നമുക്ക് ഈ ഒരു തിയറി പ്രൂവ് ചെയ്ത് നോക്കാം. അപ്പം നമുക്ക് എബിറ്റ് നേരത്തെ തന്നത് തന്നെ എബിറ്റ് ഈസ് ഈക്വൽ ടു 4 lakhs തന്നെയാണ് എബിറ്റ് വരുന്നത്. ദെൻ നമുക്ക് 10% ഡിബഞ്ചർ നമ്മൾ എന്ത് ചെയ്യാണ്, 10% ഡിബഞ്ചർ നമ്മൾ മുന്നേ ഉണ്ടായിരുന്നത് 16 lakhs ആണ്. ഇപ്പം നമ്മൾ ഓൾറെഡി ചെയ്ത പ്രോബ്ലത്തിൽ അത് 16 lakhs ആണ്. ആ 16 lakhsനോട് കൂടെ നമ്മൾ അല്ലേ, ഈ 60 lakhsനോട് കൂടെ നമ്മളൊരു 4 lakh കൂടെ അഡീഷണൽ ആയിട്ട് ഇൻക്രീസ് ചെയ്തു. അങ്ങനെ നമുക്ക് ഡി ഈസ് ഈക്വൽ ടു ഇപ്പം എത്രയായി, 20 lakhs ആയി. മാർക്കറ്റ് വാല്യൂ ഓഫ് ഡിബഞ്ചർ നമുക്ക് 20 lakhs ആയി. അതൊരു ഇത്. പിന്നെ നമുക്ക് കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ നേരത്തെ തന്നെ സെയിം തന്നെ 12.5% തന്നെയാണ്. കോസ്റ്റ് ഓഫ് ക്യാപിറ്റലിൽ ചേഞ്ചസ് ഒന്നും ഇല്ല. നമുക്ക് നോക്കി നോക്കാം വാല്യൂ ഓഫ് ഫേമും അതുപോലെ തന്നെ ഓവറോൾ ക്യാപിറ്റൽ, കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ എങ്ങനെയാണെന്നുള്ളത് നോക്കാം. അപ്പോൾ ആദ്യം നമുക്ക് വാല്യൂ ഓഫ് ഫേം കാണാം. വാല്യൂ ഓഫ് ഫേം ഈസ് ഈക്വൽ ടു എക്സ് പ്ലസ് ഡി അല്ലേ, മാർക്കറ്റ് വാല്യൂ ഓഫ് ഇക്വിറ്റി പ്ലസ് മാർക്കറ്റ് വാല്യൂ ഓഫ് ഡെറ്റ്. ദെൻ നമുക്ക് മാർക്കറ്റ് വാല്യൂ ഓഫ് ഇക്വിറ്റി കാണാം. മാർക്കറ്റ് വാല്യൂ ഓഫ് ഇക്വിറ്റി അതായത് എസ് ഈസ് ഈക്വൽ ടു, എസ് കാണാനുള്ള ഇക്വേഷൻ എന്താ വരുന്നത്, എസ് ഈസ് ഈക്വൽ ടു ഇ ബി ടി ഡിവൈഡഡ് ബൈ കെ ഇ അല്ലേ. ഇ ബി ടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എബിറ്റിൽ നിന്ന് അല്ലേ, എബിറ്റ് മൈനസ് ഇൻട്രസ്റ്റ് ആണ്. അപ്പോൾ എബിറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എത്രയാണ്, നമുക്ക് എബിറ്റ് അറിയാം 5 ലക്ഷം. എബിറ്റ് എന്ന് പറയുന്നത് 4 lakh ആണ്. അപ്പോൾ എബിറ്റ് ഈസ് ഈക്വൽ ടു 4 lakh ലെസ് നമ്മൾ ഡിബഞ്ചർ ഇൻട്രസ്റ്റ് മൈനസ് ചെയ്തു. ഡിബഞ്ചർ ഇൻട്രസ്റ്റ് 10% ആണ് ഇൻട്രസ്റ്റ് വരുന്നത്. വാല്യൂ ഓഫ് ഡിബഞ്ചർ 20 lakhs ആണ്. അപ്പോൾ 20 lakhsന്റെ 10% എന്ന് പറയുമ്പോൾ എത്രയാ വരിക, 2 lakhs ആണ് നമുക്ക് ഡിബഞ്ചർ ഇൻട്രസ്റ്റ് വരുന്നത്. ദെൻ നമുക്ക് ഏർണിങ്സ് എന്ന് പറയുന്നത് 2 lakhs ആണ് വരിക അല്ലേ. ഇപ്പോൾ 20 lakhsന്റെ 10% 2 lakhs ആണ്. അപ്പോൾ 4 lakh എബിറ്റിൽ നിന്ന് 2 lakh ഇൻട്രസ്റ്റ് മൈനസ് ചെയ്തപ്പോൾ നമുക്ക് 2 lakhs കിട്ടി. അപ്പോൾ നമ്മുടെ ഇ ബി ടി ഈസ് ഈക്വൽ ടു 2 lakhs ആണ്. ഓക്കെ, ക്ലിയർ. അപ്പോൾ ഇ ബി ടി 2 lakhs ആണ്. ഇനി നമ്മൾ എന്ത് ചെയ്യുന്നു, എസ് കണ്ടുപിടിക്കുകയാണ്. അപ്പോൾ എസ് ഈസ് ഈക്വൽ ടു ഇ ബി ടി 2 lakhs ആണ്. അപ്പോൾ 2 lakhs ഡിവൈഡഡ് ബൈ 12.5 ഇൻറ്റു 100. 0.125 എന്ന് എഴുതിയാലും മതി കേട്ടോ. അപ്പോൾ 2 lakhs ഡിവൈഡഡ് ബൈ 12.5 ഇൻറ്റു 100 ഈസ് ഈക്വൽ ടു നമുക്ക് വരുന്നത് 16 lakhs ആണ്. ഇത് സിംപ്ലിഫൈ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് 16 lakhs എന്ന് കിട്ടും. അപ്പോൾ നമുക്ക് എസ് ഈസ് ഈക്വൽ ടു 16 lakhs കിട്ടി. ദെൻ നമുക്ക് വാല്യൂ ഓഫ് ഫേം കാണാം. വാല്യൂ ഓഫ് ഫേം ഈസ് ഈക്വൽ ടു, ഇപ്പോൾ മാർക്കറ്റ് വാല്യൂ ഓഫ് ഇക്വിറ്റി 16 lakhs ആണ് പ്ലസ് 16 lakhs ആണ് പ്ലസ് ഡെറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 20 lakhs ആണ്. ദെൻ ഈക്വൽ ടു നമുക്ക് എത്ര വന്നു, 36 lakhs. അപ്പോൾ വാല്യൂ ഓഫ് ഫേം ഈസ് ഈക്വൽ ടു നമുക്ക് 36 lakhs കിട്ടി. ദെൻ വാല്യൂ ഓഫ് ഫേം കിട്ടിക്കഴിഞ്ഞാൽ നമുക്കിനി ഓവറോൾ കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ കണ്ടുപിടിക്കാം. അപ്പോൾ ഓവറോൾ കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ ഈസ് ഈക്വൽ ടു എന്താ ഇക്വേഷൻ വരുന്നത്, ഓവറോൾ കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ ഈസ് ഈക്വൽ ടു എബിറ്റ് ഡിവൈഡഡ് ബൈ വാല്യൂ ഓഫ് ഫേം ഇൻറ്റു 100 അല്ലേ. എബിറ്റ് ഡിവൈഡഡ് ബൈ വാല്യൂ ഓഫ് ഫേം ഇൻറ്റു 100. എബിറ്റ് ഈസ് ഈക്വൽ ടു നമുക്കറിയാം 4 lakh ആണ് എബിറ്റ് ഡിവൈഡഡ് ബൈ വാല്യൂ ഓഫ് ഫേം നമ്മൾ കണ്ടുപിടിച്ചിട്ടുണ്ട് 36 lakhs അല്ലേ ഇൻറ്റു 100. അപ്പോൾ 4 lakh ഡിവൈഡഡ് ബൈ 36 lakhs ഇൻറ്റു 100 ഈസ് ഈക്വൽ ടു നമുക്ക് എത്രയാണ് വരിക, 11% ആണ് വരുന്നത്. 11.11% നമുക്ക് കിട്ടും. ഇനി നമുക്ക് ഇതൊന്ന് കമ്പയർ ചെയ്ത് നോക്കി നോക്കാം അല്ലേ. ഈ രണ്ട് കേസും അതായത് ഡിബഞ്ചർ
16 lakhs വെച്ചിട്ടും അതുപോലെ തന്നെ ഡിബഞ്ചർ 20 lakhs വെച്ചിട്ടും ഈ രണ്ട് കേസും ഒന്ന് നമുക്ക് കമ്പയർ ചെയ്ത് നോക്കി നോക്കാം. കമ്പയർ ചെയ്യുമ്പോഴാണ് നമുക്ക് അല്ലേ ഡിബഞ്ചറിൽ മാത്രമേ വ്യത്യാസം വന്നുള്ളൂ, പിന്നെ ഒക്കെ ഒരേപോലെയാണ് കിടക്കുന്നത്. അപ്പോൾ അത് കമ്പയർ ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ആ തിയറം പ്രൂവ് ചെയ്യാവുന്നതാണ്. അപ്പോൾ അതിൻ്റെ കമ്പാരിസൺ ആണ് നമ്മൾ പറയുന്നത്. കമ്പാരിസൺ ഡിബഞ്ചറിൻ്റെ ബേസിലാണ് നമ്മൾ ചെയ്യുന്നത്. രണ്ട് ഇതാണ് നമുക്ക് വന്നത്. ഒന്ന് 16 lakh ഡിബഞ്ചർ ഉള്ളപ്പോഴും ഇതാണ് നമ്മുടെ ഫസ്റ്റ് കേസ് എന്ന് പറയുന്നത്. നമ്മുടെ സെക്കൻഡ് കേസ് എന്ന് പറയുന്നത് 20 lakhs ഡിബഞ്ചർ വരുന്ന സമയത്ത്. ദെൻ നമുക്ക് കമ്പാരിസൺസ് 3 കാര്യങ്ങളാണ് നമ്മളിവിടെ രണ്ട് ബേസാണ് നമ്മൾ കമ്പയർ ചെയ്ത് നോക്കേണ്ട ആവശ്യമുള്ളൂ. അപ്പോൾ ഡിബഞ്ചർ നമ്മൾക്ക് ഇൻക്രീസ് വരുന്നത് ഡിബഞ്ചറാണ്. ഡിബഞ്ചർ ഫസ്റ്റ് കേസിൽ 16 lakhs ആയിരുന്നു, പിന്നെ അത് 4 lakh ഇൻക്രീസ് ചെയ്തിട്ടുണ്ട്, 20 lakhs ആയിട്ടുണ്ട്. ഇനി 16 lakhs ഡിബഞ്ചർ ഉള്ള സമയത്ത് ഫേമിൻ്റെ വാല്യൂ ഓഫ് ഫേം എന്ന് പറയുന്നത് എത്രയാണ്? 35,20,000 ആണ്. 35,20,000 ആയിരുന്നു. ദെൻ നമുക്ക് 16 നിന്ന് 20 lakhs ആയിട്ട് ഡിബഞ്ചർ നമ്മൾ വർദ്ധിപ്പിച്ചപ്പോൾ വാല്യൂ ഓഫ് ഫേം എന്നുള്ളത് 35,20,000 നിന്ന് അത് എത്രയായിട്ട് ഇൻക്രീസ് ചെയ്തു? 36 lakhs ആയിട്ട് ഇൻക്രീസ് ചെയ്തു. അപ്പോൾ ഇവിടെ ഡിബഞ്ചർ അല്ലെങ്കിൽ ഡെറ്റ് കോമ്പണന്റ് ഇൻക്രീസ് ചെയ്യുന്നതിൻ്റെ ഫലമായിട്ട് ഏത് ഇൻക്രീസ് ചെയ്തു? ടോട്ടൽ മാർക്കറ്റ് വാല്യൂ ഓഫ് ഫേം അല്ലെങ്കിൽ വാല്യൂ ഓഫ് ഫേമും ഇൻക്രീസ് ചെയ്തിട്ടുണ്ട്. ഇനി നമ്മൾ ഓവറോൾ കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ എടുത്ത് നോക്കുക. ഓവറോൾ കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ നമ്മൾ കൺസിഡർ ചെയ്യുന്നു. ഓവറോൾ കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ ഫസ്റ്റ് കേസിൽ നമുക്ക് 11.36% ആയിരുന്നു. അത് 11.11% ആയി ഇതിൽ വന്നപ്പോൾ സെക്കൻഡ് കേസിൽ വന്നപ്പോൾ നോക്കിയേ, ഡിബഞ്ചർ ഇൻക്രീസ് ചെയ്യുമ്പോൾ ഡെറ്റ് കോമ്പണന്റ് ക്യാപിറ്റൽ സ്ട്രക്ചറിൽ ഡെറ്റ് കോമ്പണന്റ് ഇൻക്രീസ് ചെയ്യുമ്പോൾ വാല്യൂ ഓഫ് ഫേം ഇൻക്രീസ് ചെയ്യുന്നുണ്ട്, പക്ഷേ ഓവറോൾ കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ ഡിക്രീസ് ചെയ്യാണ് ചെയ്യുന്നത്. അപ്പോൾ NI അപ്രോച്ചസിലും അവരെ എന്ത് തന്നെയാണ് പറയുന്നത്? എ ഫേം ക്യാൻ ഇൻക്രീസ് വാല്യൂ ഓഫ് ഫേം അല്ലേ? എ ഫേം ക്യാൻ ഇൻക്രീസ് ദ വാല്യൂ ഓഫ് ദ ഫേം. എങ്ങനെ? ഇൻക്രീസിങ് ദ പ്രൊപ്പോർഷൻ ഓഫ് ഡെറ്റ് ക്യാപിറ്റൽ ഇൻ ദ ക്യാപിറ്റൽ സ്ട്രക്ചർ. അപ്പോൾ ഈ ഡെറ്റ് കണ്ടന്റ് ക്യാപിറ്റൽ സ്ട്രക്ചറിൽ ഇൻക്രീസ് ചെയ്തുകൊണ്ട് ഫേമിന് അതിൻ്റെ വാല്യൂ ഇൻക്രീസ് ചെയ്യാനായിട്ട് കഴിയും എന്ന് തന്നെയാണ് ഇതിൽ പറയുന്നത്, NI അപ്രോച്ചസിൽ പറയുന്നത്. അപ്പോൾ അത് തന്നെയാണ് അതിൽ പ്രൂവ് ചെയ്യുന്നത്. അപ്പോൾ ഡെറ്റ് കണ്ടന്റ് ഇൻക്രീസ് ചെയ്യുമ്പോൾ ഓവറോൾ കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ ഡിക്ലൈൻ ചെയ്യുന്നു, ഒപ്പം തന്നെ വാല്യൂ ഓഫ് ഫേം ഇൻക്രീസ് ചെയ്യുകയും ചെയ്യുന്നു. ഈ ഒരു അപ്രോച്ചസിനെയാണ് നമ്മൾ NI അപ്രോച്ചസ് എന്ന് പറയുന്നത്. ക്ലിയർ ആയിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. അപ്പോൾ ആ പ്രോബ്ലം ഒക്കെ ഒന്ന് നിങ്ങൾ സ്വന്തമായിട്ട് ചെയ്തു നോക്കാം. പിന്നെ ടെക്സ്റ്റിൽ നിങ്ങൾക്കൊരു ഇല്ലുസ്ട്രേഷനും കൂടെ പറയുന്നുണ്ട്. അപ്പോൾ അതും കൂടെ ഒന്ന് ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്കത് ക്ലിയർ ആവും. അപ്പോൾ അതിൽ പ്രത്യേകിച്ച് ഇങ്ങനെയുള്ള ബുദ്ധിമുട്ടുള്ള കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള കാൽക്കുലേഷൻസ് ഒന്നും വരുന്നില്ല. ആ ഫോർമുലാസൊക്കെ ഒന്ന് പഠിച്ച് വെക്കണം. മാർക്കറ്റ് വാല്യൂ എന്ന് പറയുമ്പോൾ എന്താണ്? ഫേമിൻ്റെ വാല്യൂ എന്ന് പറയുമ്പോൾ ഡെറ്റും ഇക്വിറ്റിയും കൂടെ ആഡ് ചെയ്യുന്നതാണ്. അത് ഒന്ന് ലോജിക്കായിട്ടൊന്ന് പഠിച്ചു വെച്ചാൽ മതി. അപ്പോൾ ഫേമിൻ്റെ വാല്യൂ എന്ന് പറയുമ്പോൾ ഡെറ്റ് പ്ലസ് ഇക്വിറ്റി, ക്യാപിറ്റൽ സ്ട്രക്ചറിലെല്ലാം കൂടെ കൂട്ടുമ്പോഴല്ലേ ഫേമിൻ്റെ വാല്യൂ കിട്ടുക. അപ്പോൾ ഡെറ്റ് പ്ലസ് ഇക്വിറ്റി ആണ്. അതൊന്ന് ഓർത്ത് വെച്ചാൽ മതി. അങ്ങനെ നിങ്ങൾ ചെയ്തു നോക്കുക. അപ്പോൾ ഫസ്റ്റ് അപ്രോച്ച് നിങ്ങൾക്ക് ക്ലിയർ ആയിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. ദെൻ നമുക്ക് സെക്കൻഡ് തിയറിയിലേക്ക് പോവാം. നെറ്റ് ഓപ്പറേറ്റിംഗ് ഇൻകം അപ്രോച്ച്. സെക്കൻഡ് അപ്രോച്ച് വരുന്നത് നെറ്റ് ഓപ്പറേറ്റ് ഇൻകം. നെറ്റ് ഓപ്പറേറ്റിംഗ് ഇൻകം
അപ്രോച്ച്, NOI അപ്രോച്ച്, NOI അപ്രോച്ച്. NOI അപ്രോച്ചസിൽ പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വാല്യൂ ഓഫ് ദ ഫേം ഈസ് ഇൻഡിപെൻഡൻറ്റ് ഓൺ ഇറ്റ്സ് ക്യാപിറ്റൽ സ്ട്രക്ചർ. അതായത് വാല്യൂ ഓഫ് ഫേം അതിൻ്റെ ക്യാപിറ്റൽ സ്ട്രക്ചറിൽ നിന്ന് ഇൻഡിപെൻഡൻ്റ് ആയിരിക്കും. അതായത് ക്യാപിറ്റൽ സ്ട്രക്ചറിലെ കോമ്പോണൻറ്റിൽ നമ്മൾ ചേഞ്ചസ് വരുത്തി എന്ന് വെച്ചിട്ട് എന്തിൽ ചേഞ്ച് വരണം എന്നില്ല, വാല്യൂ ഓഫ് ഫേമിൽ നമുക്ക് ചേഞ്ച് ഇല്ല, അത് റിമെയിൻ സെയിം തന്നെ ആയിരിക്കും. നമ്മൾ ക്യാപിറ്റൽ സ്ട്രക്ചറിലെ ഡെറ്റ് കോമ്പോണൻറ്റ് കൂട്ടുകയോ കുറയ്ക്കുകയോ എങ്ങനെ ചെയ്ത് കഴിഞ്ഞാലും നമുക്ക് എന്താണ് വാല്യൂ ഓഫ് ഫേം റിമെയിൻ സെയിം, അത് ഒരേപോലെ തന്നെയാണ്, അത് ഒന്ന് തന്നെയായിരിക്കും, അതിൽ മാറ്റം ഉണ്ടായിരിക്കില്ല. പക്ഷേ കോസ്റ്റ് ഓഫ് ഇക്വിറ്റി ഇൻക്രീസ് ചെയ്യും. നമ്മൾ ഡെറ്റ് കണ്ടൻറ്റ് കൂടുന്നതിനനുസരിച്ച് ക്യാപിറ്റൽ സ്ട്രക്ചറിലെ ഡെറ്റ് കണ്ടൻറ്റ് കൂടുന്നതിനനുസരിച്ച് ഏത് കൂടും, കോസ്റ്റ് ഓഫ് ഇക്വിറ്റി ഇൻക്രീസ് ചെയ്യും. പക്ഷേ ഏതിൽ വ്യത്യാസം ഉണ്ടായിരിക്കില്ല, വാല്യൂ ഓഫ് ഫേമിൽ വ്യത്യാസം ഉണ്ടായിരിക്കില്ല. അതാണ് ഏത് പറയുന്നത്, നെറ്റ് ഓപ്പറേറ്റിംഗ് അപ്രോച്ചസ് പറയുന്നത്. വാല്യൂ ഓഫ് ദ ഫേം ഈസ് ഇൻഡിപെൻഡൻറ്റ് ഓൺ ഇറ്റ്സ് ക്യാപിറ്റൽ സ്ട്രക്ചർ. അപ്പോൾ ഫേമിൻ്റെ ക്യാപിറ്റൽ സ്ട്രക്ചറിൽ നിന്ന് സ്വതന്ത്രമായിരിക്കും, അത് ഇൻഡിപെൻഡൻ്റ് ആയിരിക്കും വാല്യൂ ഓഫ് ദ ഫേം. അപ്പോൾ ക്യാപിറ്റൽ സ്ട്രക്ചറിലെ ഇൻക്രീസോ ഡെറ്റ് കോമ്പോണൻറ്റിൻ്റെ ഇൻക്രീസോ ഡിക്രീസോ ഒന്നും തന്നെ വാല്യൂ ഓഫ് ഫേമിനെ അഫക്റ്റ് ചെയ്യുന്നില്ല. അപ്പോൾ അതാണ് ഇതിൽ പറയുന്നത്. അപ്പോൾ അതാണ് ഓവറോൾ കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ ഈസ് അൺചേഞ്ച്ഡ് ഇറസ്പെക്റ്റീവ് ഓഫ് ഡോസ് ഓഫ് ഡെറ്റ് കണ്ടൻറ്റ്. അപ്പോൾ ഈ തിയറി പറയുന്നത് ഇൻക്രീസ് ഇൻ ദ എംപ്ലോയ്മെൻറ്റ് ഓഫ് ഡെറ്റ് ക്യാപിറ്റൽ ഇൻക്രീസ് ചെയ്യുമ്പോൾ ക്യാപിറ്റൽ സ്ട്രക്ചറിലെ ഡെറ്റ് ക്യാപിറ്റൽ ഇൻക്രീസ് ചെയ്യുമ്പോൾ ദ എക്സ്പെക്റ്റഡ് റേറ്റ് ഓഫ് റിട്ടേൺ ബൈ ദ ഷെയർ ഹോൾഡേഴ്സ്, അതായത് ഷെയർ ഹോൾഡേഴ്സിന് കിട്ടുന്ന റിട്ടേൺസ് കോസ്റ്റ് ഓഫ് ഇക്വിറ്റി അത് ഇൻക്രീസ് ചെയ്യുന്നു. അതാണ് ഇതിൽ പറയുന്നത്. അപ്പോൾ ഈ ചീപ്പർ ഡെറ്റ് ഫണ്ട് ഉപയോഗിക്കുന്നതിൻ്റെ ഫലമായിട്ടുണ്ടാകുന്ന ആ ഒരു നേട്ടം അത് കോസ്റ്റ് ഓഫ് ഇക്വിറ്റി ഇൻക്രീസ് ചെയ്യുന്നതിന് വരുമ്പോൾ, അത് കോസ്റ്റ് ഓഫ് ഇക്വിറ്റി ഇൻക്രീസ് ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന ആ ഒരു ലോസ് ഉണ്ടല്ലോ, അത് ഓഫ്സെറ്റ് ചെയ്ത് പോകുന്നതിനെ സഹായിക്കും എന്നാണ് പറയുന്നത്. അപ്പം നമുക്കിവിടെ ചീപ്പർ അല്ലേ, ഡെറ്റ് ഫണ്ട് ചീപ്പറാണ്. അപ്പോൾ ആ ചീപ്പർ ഫണ്ട് നമ്മൾ അപ്ലൈ ചെയ്യുന്നതിൻ്റെ ഫലമായിട്ട് നമുക്ക് ആ ഒരു നേട്ടം അല്ലേ, ചീപ്പർ ഫണ്ട് അത് എംപ്ലോയ് ചെയ്യുമ്പോഴുള്ള ആ ഒരു ബെനഫിറ്റ് എന്തിനാണ് ഉപയോഗിക്കുന്നത്, നമുക്ക് കോസ്റ്റ് ഓഫ് ഇക്വിറ്റി ഇൻക്രീസ് ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന ആ ഒരു നഷ്ടം ഓഫ്സെറ്റ് ചെയ്യാനായിട്ടാണത് ഉപയോഗിക്കുന്നത്. അതാണ് ഇതിൽ പറയുന്നത് നെറ്റ് ഓപ്പറേറ്റിംഗ് ഇൻകം അപ്രോച്ച് അല്ലെങ്കിൽ NOI അപ്രോച്ചസിൽ പറയുന്നത്. അപ്പോൾ വാല്യൂ ഓഫ് ദ ഫേം സെയിം തന്നെ ആയിരിക്കും, കോസ്റ്റ് ഓഫ് ഇക്വിറ്റിയാണ് ഇൻക്രീസ് ചെയ്യുന്നത്, അപ്പം അതാണ് ഇതിൽ പറയുന്നത്. അപ്പം നമുക്ക് നോക്കാം ഇവിടെ മാർക്കറ്റ് വാല്യൂ ഓഫ് ഫേം എങ്ങനെയാണ് കമ്പ്യൂട്ട് ചെയ്യുക എന്നുള്ളത്. അപ്പോൾ NOI അപ്രോച്ചസിൽ വാല്യൂ ഓഫ് ഫേം അല്ലെ, വാല്യൂ ഓഫ് ദ ഫേം അല്ലെങ്കിൽ മാർക്കറ്റ് വാല്യൂ ഓഫ് ഫേം അങ്ങനെയും പറയും നമ്മൾ, വാല്യൂ ഓഫ് ഫേം ഓർ മാർക്കറ്റ് വാല്യൂ ഓഫ് ഫേം. അതായത് V ഈസ് ഈക്വൽ ടു എബിറ്റ്, അതായത് നമ്മുടെ ഏർണിംഗ് ബിഫോർ ഇൻട്രസ്റ്റ് ആൻഡ് ടാക്സ് ഡിവൈഡഡ് ബൈ ഓവറോൾ ക്യാപിറ്റലൈസേഷൻ അല്ലെ, ഓവറോൾ ക്യാപിറ്റലൈസേഷൻ കോസ്റ്റ് അഥവാ ഓവറോൾ കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ, ഓവറോൾ കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ. അപ്പോൾ ഇവിടെ വാല്യൂ ഓഫ് ഫേം ഈസ് ഈക്വൽ ടു എന്താണ്, എബിറ്റ് ഡിവൈഡഡ് ബൈ ഓവറോൾ കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ ആണ്. വാല്യൂ ഓഫ് ഫേം ഈസ് ഈക്വൽ ടു എബിറ്റ് ഡിവൈഡഡ് ബൈ ഓവറോൾ കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ ആണ്. ഇനി നമുക്കിതിലെ അപ്പോൾ വാല്യൂ ഓഫ് ഫേം കിട്ടി, V ഈസ് ഈക്വൽ ടു എബിറ്റ് ഡിവൈഡഡ് ബൈ ഓവറോൾ കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ. ദെൻ നെക്സ്റ്റ് നമുക്ക് നോക്കേണ്ടത് ഇതിലെ വാല്യൂ ഓഫ് ഇക്വിറ്റി ആണ്.
ഇക്വിറ്റി ക്യാപിറ്റലിൻ്റെ വാല്യൂ ഓഫ് ഇക്വിറ്റി, അതായത് എസ് നമ്മൾ കണ്ടുപിടിക്കണം. എസ് ഈസ് ഈക്വൽ ടു നമുക്ക് വരുന്നത്, അതായത് വി മൈനസ് ഡി, അതായത് നമ്മുടെ വാല്യൂ ഓഫ് ഇക്വിറ്റി ഈസ് ഈക്വൽ ടു എന്താണ് വരുന്നത്, വാല്യൂ ഓഫ് ഫേം മൈനസ് വാല്യൂ ഓഫ് ഡെറ്റ്, മാർക്കറ്റ് വാല്യൂ ഓഫ് ഡെറ്റ്. അപ്പോൾ ഇവിടെ വരുന്നത് വാല്യൂ ഓഫ് ഇക്വിറ്റി ഈസ് ഈക്വൽ ടു വി മൈനസ് ഡി, അതായത് വാല്യൂ ഓഫ് ഫേം മൈനസ് മാർക്കറ്റ് വാല്യൂ ഓഫ് ഡെറ്റ്. അപ്പോൾ ഫേമിൻ്റെ വാല്യൂ, മാർക്കറ്റ് വാല്യൂ ഓഫ് ഫേമിൽ നിന്ന് മാർക്കറ്റ് വാല്യൂ ഓഫ് ഡെറ്റ് മൈനസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും, വാല്യൂ ഓഫ് ഇക്വിറ്റി കിട്ടും. ദെൻ നമുക്കിനി കാണേണ്ടത് കോസ്റ്റ് ഓഫ് ഇക്വിറ്റി ആണ്. വാല്യൂ ഓഫ് ഇക്വിറ്റി കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് കോസ്റ്റ് ഓഫ് ഇക്വിറ്റി കാണാം. കോസ്റ്റ് ഓഫ് ഇക്വിറ്റി ഈസ് ഈക്വൽ ടു, കോസ്റ്റ് ഓഫ് ഇക്വിറ്റി ഈസ് ഈക്വൽ ടു, കോസ്റ്റ് ഓഫ് ഇക്വിറ്റി നമുക്ക് വരുന്നത് നെറ്റ് പ്രോഫിറ്റ്, അതായത് നമ്മുടെ EBT, നെറ്റ് പ്രോഫിറ്റ് ഓർ നെറ്റ് ഇൻകം ഡിവൈഡഡ് ബൈ നെറ്റ് പ്രോഫിറ്റ് ഡിവൈഡഡ് ബൈ വി മൈനസ് ഡി, അതായത് എസ്, വാല്യൂ ഓഫ് ഇക്വിറ്റി. അപ്പോൾ കോസ്റ്റ് ഓഫ് ഇക്വിറ്റി ഈസ് ഈക്വൽ ടു നെറ്റ് പ്രോഫിറ്റ് ഡിവൈഡഡ് ബൈ എസ്. ഇങ്ങനെയാണ് നമുക്ക് 3 ഇക്വേഷൻ വരുന്നത്. അപ്പോൾ ഇത്രയും നമുക്ക് NOIയിലെ 2 ഇക്വേഷനാണ്. മാർക്കറ്റ് വാല്യൂ ഓഫ് ദ ഫേം, EBIT ഡിവൈഡഡ് ബൈ ഓവറോൾ കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ. ദെൻ കോസ്റ്റ് ഓഫ് ഇക്വിറ്റി കാണാൻ നെറ്റ് പ്രോഫിറ്റ് ഡിവൈഡഡ് ബൈ വാല്യൂ ഓഫ് ഇക്വിറ്റി ആണ്. വാല്യൂ ഓഫ് ഇക്വിറ്റി കാണാനായിട്ട് മാർക്കറ്റ് വാല്യൂ ഓഫ് ഫേം മൈനസ് മാർക്കറ്റ് വാല്യൂ ഓഫ് ഡെറ്റ്. അപ്പം നെറ്റ് ഓപ്പറേറ്റിംഗ് ഇൻകം അപ്രോച്ചസിൽ ഇതാണ് വരുന്നത്. അപ്പം നമ്മളിവിടെ തിയറി ഓഫ് അപ്രോച്ചസ് ആണ് പറഞ്ഞത്. അതിൽ നെറ്റ് ഇൻകം അപ്രോച്ച് എന്താണെന്നുള്ളത് നമ്മൾ കംപ്ലീറ്റ് ചെയ്തു. നെറ്റ് ഓപ്പറേറ്റിംഗ് ഇൻകം അപ്രോച്ചസും അതിൻ്റെ ഇക്വേഷൻസും ഫോർമുലാസും ആണ് നമ്മൾ പറഞ്ഞത്. അടുത്തൊരു ക്ലാസ്സിൽ നമുക്കിതിൻ്റെ ബാക്കി ഭാഗങ്ങൾ തുടരാം. ഓക്കെ, താങ്ക് യു.